സെയിൽസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷനാണ്. നമ്മുടെ നോർമലി സെയിൽസിൽ ഇപ്പം നമ്മൾ കണ്ടുകൊടുത്തോളം കൂടുതൽ ആൾക്കാർ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. കൂടുതലും സംസാരിക്കാണ്, അവർ ഒബ്സർവ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾ നമ്മളോട് കൂടുതൽ ചോദിക്കാറില്ല. അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് തന്നെ എലാബറേറ്റ് ചെയ്ത് പ്രൊലോങ് ചെയ്ത് പറയാറുണ്ട്. പലപ്പോഴും അതെത്രമാത്രം അത് സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പലപ്പോഴും അത് ഫെയിലിയർ ആണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വരുന്നത്. എന്താണ്, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? അല്ല, നമ്മുടെ ഏർലി സ്റ്റേജസ് ഓഫ് ഇപ്പോൾ ഞാനൊരു 20-25 ഇയേഴ്സോളായി ഇൻഡസ്ട്രിയിലുണ്ട്. എൻ്റെ ടെക്നോളജി സെല്ലിംഗ് ആണ് മെയിനായിട്ട്. പക്ഷേ എന്ത് സെയിൽസിലാണെങ്കിലും ഡിസ്റിഗാർഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഒരു സെയിൽസ്മാന് വേണ്ട കുറച്ച് ട്രേറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യം വേണ്ടത് ലിസണിങ് സ്കിൽസാണ്. സെയിൽസ്മാൻ ഈസ് നോട്ട് എ പേഴ്സൺ ഹൂ ഗോസ് ഡോർ ടു ഡോർ ആൻഡ് സ്റ്റാർട്ട്സ് ടോക്കിംഗ്. അത് ചെയ്യാനുള്ളതിന് സെയിൽസ് എന്നല്ല പറയുക. അപ്പം നമുക്ക് ഒരു മാർക്കറ്റിൽ പോകുന്ന ആ ഒരു പ്രതീതി, എൻ്റെ അടുത്ത് മേടിക്കണം എന്നുള്ള രീതിയിൽ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള സെയിൽസിൻ്റെ മോഡലാണ്. പക്ഷേ വെൻ യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഹൈ വാല്യൂ ഡീൽസ്, ഇതേ പ്രൊഡക്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ഡീലിനാണ് സംസാരിക്കുന്നതെന്നായിരിക്കും, അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും ആണെന്നായിരിക്കും. ഒരു എക്സ്പോർട്ട് ഡീലിനാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിലെ സെയിൽസ് മോഡൽ ഡസ് നോട്ട് വർക്ക് വിത്ത് ഇന്റർനാഷണൽ ബയേഴ്സ് അല്ലേ? അപ്പോൾ അവിടെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലിസണിങ് സ്കിൽസാണ്. എൻ്റെ ഒരു നോർമൽ സെയിൽസ് കോളിൽ 80% ഓഫ് ദ ടൈം ഐ എം ലിസണിങ്. പിന്നുള്ള 20%ലാണ് എനിക്ക് സംസാരിക്കാനുള്ള അവസരമുള്ളൂ. ആ 20% ഞാൻ സംസാരിക്കുന്നതിൽ 10% ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സെയിൽസ് പേഴ്സൺ ടു ആസ്ക് ദ റൈറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ റൈറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ what happens is you will fail to understand the requirement. ഇപ്പോൾ നമ്മുടെ അടുത്ത് വിൽക്കാനുള്ളത് ഒരു ഫോണാണ്. ഇഫ് യു ഡോണ്ട് നോ ഇഫ് ദ കസ്റ്റമർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഈസ് ലുക്കിംഗ് ഫോർ എ ഫോൺ, യു കനോട്ട് സെൽ അല്ലേ? നൗ ഇഫ് യു ഡോണ്ട് ആസ്ക് യുവർ കസ്റ്റമർ വാട്ട് എക്സാക്ട്ലി ഹി വാണ്ട്സ്, ചിലപ്പോൾ മൂപ്പർക്ക് iPhone 15 Pro ആയിരിക്കും വേണ്ടി വരിക. പക്ഷെ നമ്മുടെ അടുത്ത് വെക്കാനുള്ള ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ യു കാൺട്ട് സെൽ ഇറ്റ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ ഉള്ളതെന്ന് പറയുന്നതിന് മുമ്പ് അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കലാണ് നമുക്ക് ആദ്യം പ്രധാനം. രണ്ടാമത്തത് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർവീസസ് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കലായിരിക്കണം റെസ്റ്റ് ഓഫ് ദ 10%. അടുത്ത ലാസ്റ്റ് 10%ലാണ് you may find out how much is the potential budget for this engagement. കാരണം നമ്മൾ, എൻ്റെ ഒരു ഫിലോസഫി ഞാൻ പറയുകയാണ്, നമ്മൾ സെയിൽസിൽ പോകുമ്പോൾ എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ ദാറ്റ് സെയിൽസ് കോൾ യു വുഡ് ഹാവ് ആൻസേഴ്സ് ഫോർ ഓൾ ദ 5 Ws: why, where, when, who, what. ഈ 5 Ws നമുക്ക് അറിഞ്ഞിരിക്കണം ഫസ്റ്റ് സെയിൽസ് കോളിൽ. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആ എൻറ്റയർ സെയിൽസ് സൈക്കിളിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവുള്ളൂ. സോ ഐ ഹാവ് ഡൺ ആൻഡ് ക്ലോസ് ഡീൽസ് ഇൻ എ ഡേ ആൻഡ് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ്. 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അവാർഡായ ഡീൽസ് ഉണ്ട്, മെഗാ പ്രൊജക്ട്സ് ഒക്കെ. പേഷ്യൻസ് ഈസ് എ വെരി ഗുഡ് ക്വാളിറ്റി ടു ഹാവ് ഇൻ എ സെയിൽസ്മാൻ. നമ്മൾ ഒരുപാട് അഗ്രസീവായിട്ട് ആൾക്കാരെ ഇന്ന് അത് ക്ലോസ് ചെയ്യണം എന്നുള്ള പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ വുഡ് യു ലൈക്ക് ഇറ്റ്? ഇപ്പൊ നീ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളോട് ഇപ്പൊ മേടിച്ചാൽ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ തരാൻ പറ്റില്ല, വേറെ ആൾ കൊണ്ടുപോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ദ കസ്റ്റമർ ഹാസ് ദ ചോയ്സ്. അപ്പൊ നമ്മൾ ആ ഒരു ടാക്ടിക് ഉപയോഗിക്കാതെ വാട്ട് യു നീഡ് ടു ഡു ഈസ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമേഴ്സ് റിക്വയർമെന്റ്. ഇപ്പൊ ആ പറഞ്ഞ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് ഓഫർ, ഇന്ന് കഴിയും, ഇന്ന് വാങ്ങണം, നാളെ ഉണ്ടാവില്ല. പക്ഷെ the customer comes after 1 week, still
ഓഫർ ഈസ് ദർ. ഇറ്റ് ഈസ് ദർ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ല, അതായത് ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ ബിസിനസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50% ഓഫർ ഫ്രം ദിസ് ഡേ ടു ദാറ്റ് ഡേ എന്ന് പറയുന്നുണ്ടാവും, അതെ. ഓർ ജസ്റ്റ് ടുഡേ എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ കാണുന്നത് ജസ്റ്റ് ടുഡേ തന്നെയാണ്, അതെ. വിച്ച് ഈസ് റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ റോങ് മാർക്കറ്റിംഗ്. അപ്പം ഇന്നും ഓഫർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുകയാണ്. ബട്ട് ബിയോണ്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ലൈക്ക് വാട്ട് യു സെഡ്, ഈ ലിസ്ണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഈസ് നോട്ട് ജസ്റ്റ് സ്റ്റെയറിങ് അറ്റ് എ പേഴ്സൺ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആളെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി, യുവർ ബ്രെയിൻ ഈസ് പ്രോസസ്സിങ് വാട്ട് ഡസ് ദിസ് ബോഡി ലാംഗ്വേജ് മീൻ, ഈസ് ഹി അപ്രോച്ചബിൾ, ഈസ് ഷീ അപ്രോച്ചബിൾ, ഹൗ സ്ട്രോങ് ഈസ് ദിസ് ബൈയിങ് സെൻറ്റിമെൻറ്റ്. ഇതൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഒബ്സർവേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഐ തിങ്ക് ലിസ്ണിംഗ് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. നമ്മൾ കേൾക്കുന്തോറും നമ്മുടെ ഒബ്സർവേഷൻ കൂടുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം.